പിറന്നു വീഴുന്ന അന്ന് മുതൽ തന്റെ മരണം വരെ ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്ന ഒരു സ്മരണയുടെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകത്തെ പറ്റി ബൈബിൾ എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ എന്താണ് ജീവപുസ്തകം? ജീവപുസ്തകത്തിൽ ഒരു വ്യക്തിയുടെ പേര് എഴുതുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത്. ആ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ല എങ്കിൽ ഈ ലോകത്ത് എത്ര ധനവാനായി ജീവിച്ചത് കൊണ്ടോ, ഈ ലോകത്തിൽ എത്ര സുഖത്തിൽ ജീവിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എത്ര പേർക്ക് നന്മ ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ടോ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണണമെന്നില്ല. രണ്ട് വ്യക്തികളെ കുറിച്ച് ഞാൻ ഒന്ന് വേഗത്തിൽ ചൂണ്ടിക്കാണിച്ച എന്റെ വാക്കുകൾ വേഗത്തിൽ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിളിന്റെ അകത്ത് രണ്ട് മനുഷ്യരെ പറ്റി പറഞ്ഞത്. ഒന്ന്, ഒരു മനുഷ്യന്റെ പേര് ലാസർ, അദ്ദേഹം ദരിദ്രനായിരുന്നു. രണ്ടാമതൊരു വ്യക്തിയെ പറ്റി പറയുന്നു, ധനവാനായ മനുഷ്യൻ. ധനവാനായ മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജീവിതം വളരെ സുഖമായിരുന്നു. പക്ഷേ ധനവാൻ മരിച്ചു. ഏത് മനുഷ്യനും ഒരു ദിവസം മരിക്കും, അത് യാഥാർത്ഥ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരുന്ന, ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വരുന്ന ഒരു പ്രതിഭാസമാണ് മരണം. ബൈബിൾ പറയുന്നു, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ലോകത്തെ കിടുകിട വിറപ്പിച്ച അലക്സാണ്ടർ ചക്രവർത്തി 32-ാമത്തെ വയസ്സിൽ, അല്ലയോ സമുദ്രമേ, നീയും ഒരു കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും കൂടി പിടിച്ചടക്കുമായിരുന്നു എന്ന് 20-ാമത്തെ വയസ്സിൽ യുദ്ധം ആരംഭിച്ച് തന്റെ പിതാവായ ഫിലിപ്പ് രാജാവിൽ നിന്ന് മാസിഡോണിയൻ ചക്രവർത്തിയുടെ പദമേറ്റെടുത്ത 42 യുദ്ധങ്ങൾ ചെയ്തു. 42-ലും യുദ്ധത്തിലും ജയിച്ച അജയനായ ശക്തനായൊരു പരാക്രമശാലിയായിരുന്ന അലക്സാണ്ടർ ഒടുവിൽ ബാബിലോണിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി. ഒരു പനി പിടിച്ചാണ് അലക്സാണ്ടർ മരിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര ശക്തനായിരുന്നാലും ഈ ഭൂമിയിൽ നിന്ന് മരിക്കും. എന്നാൽ ബൈബിൾ പറയുന്നു, ധനവാനായ മനുഷ്യൻ, ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തെ ഭയപ്പെട്ടില്ല. തന്റെ സമ്പത്തിലും സുഖത്തിലുമെല്ലാം ആഡംബരത്തോടെ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അറിയേണ്ട ദൈവത്തെ പറ്റി അറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ലാസർ എന്ന ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ പട്ടുവസ്ത്രമോ ധൂമ്രവസ്ത്രമോ നല്ല ആഹാരമോ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തെ അറിയുവാൻ ഇടയായി. അതുകൊണ്ട് ആ ദരിദ്രനും മരിച്ചു. ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക്, അഥവാ പറുദീസയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ധനവാനായ മനുഷ്യൻ മരിച്ചപ്പോൾ ആ മനുഷ്യനെ യാതനാ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. സ്നേഹിത, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും, ഈ പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു ന്യായവിധിയുണ്ട്. അത് നിശ്ചയമാണ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യുന്നതനുസരിച്ചാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ധനവാനായ മനുഷ്യൻ യാതനാ സ്ഥലത്തിലേക്ക് കടന്നുപോയി. യാതനാ സ്ഥലത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള ഒരു സ്ഥലം. ഇന്ന് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും തീപിടുത്തമുണ്ടായാൽ പെട്ടെന്ന് നമ്മൾ ഫയർഫോഴ്സിൽ വിളിച്ചു പറഞ്ഞാൽ മിനിറ്റുകൾക്കകം അവരെത്തി അതിനെ തീ അണയ്ക്കും. എന്നാൽ യാതനാ സ്ഥലത്തെ തീ എന്ന് പറയുന്നത് ആർക്കും കെടുത്താൻ പറ്റാത്ത, 1-2 ദിവസമല്ല, അനന്തയുഗമായിട്ടുള്ള കെടാത്ത തീയാണ്, ചാകാത്ത പുഴുവാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ആ അവസ്ഥയിൽ കടന്നുകൊണ്ട് ആ മനുഷ്യൻ നിലവിളിച്ച ഒരു വലിയ നിലവിളിയുടെ ശബ്ദമുണ്ട്. പക്ഷേ ജീവിച്ചിരിക്കുന്നപ്പോൾ അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ യാതനാ സ്ഥലത്ത് പോയത്? കാരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഞാൻ എന്റെ വാക്കുകൾ വേഗത്തിൽ ചുരുക്കുന്നു. അതുകൊണ്ട് നരകത്തിന്റെ യാഥാർത്ഥ്യത്തെ ഒറ്റ വാക്കുകൊണ്ട് വർണ്ണിച്ച് അവസാനിപ്പിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുവാനിടയായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട്
ഒറ്റ വാക്കിൽ പറഞ്ഞതിന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളും സമയങ്ങളും നഷ്ടപ്പെടുത്താതെ, സമയം വൃഥാവാക്കാതെ ആ ലാസർ എന്ന മനുഷ്യനെ പോലെ ജീവിച്ചിരിക്കുമ്പോൾ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗീയമായ പരദീസയിലേക്ക് എത്തിച്ചേരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ പറഞ്ഞു നിർത്തുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് നെയ്യാറ്റിൻകര ദേശനിവാസികളായ പ്രിയപ്പെട്ടവരെ, കടകളിൽ വ്യാപാരം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലൂടെ ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹകരമായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നരകത്തിന്റെ തീവ്രത പറഞ്ഞു വർണ്ണിപ്പിക്കുവാൻ കഴിയത്തില്ല. എങ്കിലും ഒരു ഭക്തനായ, ഒരു പാട്ടുകാരനായ ഒരു വ്യക്തി, എഴുത്തുകാരൻ അതിന്റെ തീവ്രതയെ വർണ്ണിക്കുന്ന ഒരു പാട്ടിന്റെ വരികൾ പാടി വാക്കുകൾ